ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷം വീഡിയോ ഇടുന്നത്. എന്താ പറയുക, പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു റിക്വസ്റ്റഡ് വീഡിയോ കൂടെയാണ്. കാരണം കുറച്ച് നാളുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് Q&A ഇടുമോ എന്ന്. അങ്ങനെ ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നു. കുറച്ചൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കുറേ പേര് കുറേ അയച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് വായിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്ലാൻസ് ആണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. ഞാൻ രാവിലെ ആകുമ്പോൾ അമ്മയോട്ട് ഒരെണ്ണം പറയും, ഉച്ചയാകുമ്പോൾ അടുത്തത് പറയും. അങ്ങനെ കുറേ ഉണ്ട്. ഏതെങ്കിലും ഒന്നൊക്കെ സക്സസ് ആവും. മോസ്റ്റ്ലി എനിക്ക് ആക്ട്രസ് ആവണമെന്നാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തേത്. ഹായ് പൃഥു ചേച്ചി, ഉങ്കൾ വീഡിയോ എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. തമിഴാട്ടോ, താങ്ക് യു സോ മച്ച്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐ ആം യുവർ റിലേറ്റീവ് യു നോ. അതെ, ഞങ്ങളുടെ പപ്പയുടെ ഒരു റിലേറ്റീവ് ആണ്. ചേട്ടൻ തമിഴ്നാടുള്ളതാണ്. ഞാൻ പോയി നോക്കി, മധുരൈ അവിടെ ഉള്ളതാണ്. ഞാൻ പണ്ട് പോയിട്ടുണ്ട്, കൊച്ചിലേ പോയത്. ഇപ്പോൾ കുറേ നാളായി പോയത്. അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കി. ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി ഞാൻ 10th അവിടെ ഇൻഫൻറ്റിൽ തന്നെയാണ് പഠിക്കുന്നത് കേട്ടോ. പിന്നെ മൂക്ക് കുത്താവോ നല്ലതായിരിക്കും എന്ന് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും വയ്ക്കത്തേ ഉള്ളൂ. എനിക്ക് മൂക്കുത്തുന്ന ഇഷ്ടമല്ല, സെക്കൻഡ് സ്റ്റഡ് ഇഷ്ടമല്ല. പക്ഷെ മേ ബി ഞാൻ കുത്തുമായിരിക്കും സെക്കൻഡ് സ്റ്റഡ്. മൂക്ക് ഞാൻ കുത്തത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. അമ്മയെ പറയുന്നുണ്ട് കുറച്ച് നാളായിട്ട്. ഫേവറേറ്റ് സോങ് അതെനിക്ക് സീസൺ കണക്കാണ്. ഞാൻ ഓരോ സമയം ഓരോന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഋത്തിക് റോഷൻ്റെ കുറേ പാട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഫേവറേറ്റ് ആയിട്ടൊന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്. ഐ ലവ് യുവർ സ്മൈൽ, താങ്ക് യു. ഇപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, കൊലുസിടുവോ, എന്താ ഇടാത്തത്, ഒഴിവാക്കിയോ കൊലുസെന്നൊക്കെ. അതൊന്നുമല്ല, കൊലുസ് ഞാൻ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒന്നാമത്തെ കാര്യം കൊലുസ് എപ്പോഴും ഇടുന്നത് ഇഷ്ടമല്ല. പിന്നെ ഈ സ്കൂളിൽ പോകുമ്പോൾ സോക്സിൻ്റെ അകത്തൊക്കെ ഇടുന്നുണ്ട്, അത് ഇറിറ്റേഷനാണ്. പിന്നെ ഈ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോഴും ചവിട്ടി പൊട്ടും, പിന്നെ ചവിട്ടുമ്പോൾ കാല് മുറിയും. അതുകൊണ്ടാണ് ഞാൻ കൊലുസ് ഇടാത്തത്. ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ ഉള്ള വീഡിയോ ഒക്കെ എടുത്ത് നോക്കി ഞാൻ ഇടുന്നുണ്ട് കൊലുസ്. അപ്പോൾ അത് തന്നെയാണ് കുറേ പ്ലീസ് പൃഥുന എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇനിയുള്ള വീഡിയോയിലേക്ക് ഇടാം. പിന്നെ വന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ ഫോളോ മീ. അത് എനിക്ക് മുമ്പേ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും ഇതാണ് ഫോളോ ചെയ്യുമായിരുന്നു. പക്ഷേ അതിങ്ങനെ ഹാക്കായി പോയി. അതിനുശേഷം പിന്നെ റിലേറ്റീവ്സിനെ അത്ര അടുത്തറിയാവുന്നവരെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ യുവർ ബ്രദർ ഹാവ് എ ഗേൾ ഫ്രണ്ട്. അച്ചാച്ചന് ഗേൾ ഫ്രണ്ട് ഒന്നും ചോദിച്ചിട്ടുണ്ട്. അത് അച്ചാച്ചൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ കേട്ടോ. അച്ചാച്ചൻ അങ്ങനെ എല്ലാം ഷെയർ ഒന്നും ചെയ്യത്തില്ല. ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇല്ലായിരിക്കും. പിന്നെ ഹലോ, ഫ്രണ്ട് ആക്കാമോ, ഫോളോ ചെയ്യാമോ? ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇഷ്യൂവിന് ശേഷമാണ് പിന്നെ അങ്ങനെ അധികം ആരെയും ഫോളോ ചെയ്യാത്ത. വിച്ച് സ്റ്റാൻഡേർഡ്? ഇനി 10th ഡിവിഷൻ അറിയാൻ വയ്യ, ഷഫ്ലാവുമായിരിക്കും. വാട്ട് ആർ യു സ്റ്റഡിങ്? 10th ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത്. ടെമ്പിൾ ഡേറ്റ് ഞാൻ കൊച്ചല്ലേ, അതൊന്നുള്ള പ്രായം ആയിട്ടില്ല. ബ്യൂട്ടിഫുൾ, ഫോളോ ചെയ്യാമോ? ഞാൻ പറഞ്ഞില്ല. ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ഇഷ്ടമാണ്, റെഡ് ഇഷ്ടമാണ്, ഓറഞ്ച് ഇഷ്ടമാണ്, അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഫേവറേറ്റ് പിക്ക് ഓഫ് യോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ തപ്പട്ടെ, വെയിറ്റ്. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പിക്ക് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ ക്വസ്റ്റ്യൻ്റെ അതിന് വേണ്ടി ഇട്ടിരുന്ന കവറും ഇതാണിപ്പോൾ എൻ്റെ ഫേവറേറ്റ് പിക്ക്. ഫേവറേറ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ കുർത്തിയൊക്കെ ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. കൂടുതലല്ല, മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ജീൻസും ടോപ്പൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അധികം ഞാൻ ഇടത്തില്ല, റെയറാണ് അത് ഇടുന്നത്. പിന്നെ കൊല്ലത്തെവിടെയാന്ന് ചോദിച്ചാൽ മുണ്ടയ്ക്കൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡാൻസ് എപ്പോഴോ? ഡാൻസ് ഇനി ഇപ്പോഴൊന്നും ഇല്ല, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞായിരുന്നു. ഇനി എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആ ഒരു ടൈമിലോട്ടാണ് പിന്നെയും പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ് ഞങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇനിയിപ്പം ഉടനെ കാണത്തില്ല. ഏജ് ചോദിച്ചിട്ടുണ്ട്. ഇനി 16 വയസ്സായിട്ടോ. ഈ ഓഗസ്റ്റ് 20 ആകുമ്പോൾ എനിക്ക് 16 വയസ്സാവും. പിന്നെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ, എനിക്ക് കുറേ സ്ഥലം ഇഷ്ടമാണ്. പാരീസ് ഇഷ്ടമാണ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇഷ്ടമാണ്. അങ്ങനെ ഒരെണ്ണം മാത്രമായിട്ടില്ല കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പം അമ്മ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാം ഞാൻ അമ്മയടുത്ത് പറയും. പിന്നെ സ്കൂളിലാണെങ്കിൽ അന്നയാണ് എൻ്റെ പിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് എല്ലാം പറയാം, ഭയങ്കര സപ്പോർട്ടീവ് ആട്ടോ അന്നയും ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഡാൻസ് ക്ലാസ്സിലും കുറേ പേരുണ്ട് കേട്ടോ. ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞത് എനിക്ക് പോണിറ്റെയിലാണ് കെട്ടുന്ന ഇഷ്ടം. പക്ഷേ ഇപ്പോൾ അത് കാരണം കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് ഹെയറിന്. അപ്പം അത് ഞാനിപ്പോൾ ഒഴിവാക്കിയിട്ട് മോസ്റ്റ്ലി ഞാനിപ്പോൾ ഇങ്ങനെയാണ് കെട്ടാറ്, ഇങ്ങനെ പിന്നിടാറുള്ളത്. പിന്നെ
ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? പേരൻസ് അവരുടെ നിന്നാണല്ലോ എല്ലാം കിട്ടുന്നത്, അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല. മോഡേൺ ഓർ ട്രഡീഷണൽ ചോദിച്ചാൽ ഞാൻ മോഡേൺ അല്ല, സോറി, ട്രഡീഷണലേ ചൂസ് ചെയ്തുള്ളൂ. പിന്നെ തമിഴിലാട്ടോ ഭയങ്കര ഫാനാണ്, ക്യൂട്ടാണ്, ഫേവറേറ്റ് ഡാൻസിൻ്റെ ഒക്കെ ഭയങ്കര ഫാനാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഹെയ്, പിന്നെ ഹലോ സുഖമാണോ, മീ പീസ്ഫുള്ളി സ്ലീപ്പിംഗ് അറ്റ് മിഡ് നൈറ്റ് മീൻ വൈ ഷീ ഇൻ മൈ ഡ്രീംസ്. എല്ലാവരുടെയും ഡ്രീംസ് ഉണ്ടല്ലോ, താങ്ക് യു. പിന്നെ യുവർ എയിം എന്ന് പറയുന്നത് എനിക്ക് ആദ്യം പൈലറ്റ് ആവണമെന്നായിരുന്നു. എൻ്റെ ചേട്ടൻ അത് തട്ടിപ്പറിച്ച് ഇപ്പം ചേട്ടൻ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്ക് അറിയാൻ വയ്യ, അതുകൊണ്ട് ഞാനിപ്പോൾ ആരോടും പറയത്തില്ല എൻ്റെ മനസ്സിലുള്ള കാര്യം. എന്തിനാ യുവർ ഓൾഡ് പിക്ക്, അതെനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലൊക്കെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആർ യു സിംഗിളാണ്. അത് എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിനോടൊന്നും ഇപ്പം താല്പര്യമില്ല. ഇപ്പം നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ ഫോക്കസ് ചെയ്യണം. ഡാൻസ്, സ്റ്റഡീസ്, അതൊക്കെയാണ് എനിക്ക് താല്പര്യം. പിന്നെ ഫാമിലി ആയിട്ട് ബീച്ചിൽ പോവുക, കറങ്ങാൻ പോവുക, അതൊക്കെ എനിക്കിഷ്ടം. മുടിക്ക് എന്തോരം നീളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇവിടം വരെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ബാക്കിൽ കാണാം, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഫോളോ ബാക്ക് തരുമോ? ഞാൻ പറഞ്ഞില്ലോ കാര്യങ്ങൾ. ഫ്രണ്ട് ആക്കുമോ? ഫ്രണ്ടാണ്, നമ്മളെല്ലാവരും ഫ്രണ്ട്സാ. ഓക്കെ. പിന്നെ ആരെയോ അറിയാമോ, 4th പഠിച്ചതാന്ന് ഇട്ടിട്ടുണ്ട്. 4th കഴിഞ്ഞ് കൊറോണ വന്ന് അതുകൊണ്ട് മൊത്തം പോയി. പിന്നെ 6 തൊട്ടുള്ളവരേക്ക് അത്ര ഓർമ്മ. ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ആയിരിക്കും. ഇറ്റ്സ് മൈ റിക്വസ്റ്റ് യു മെൻഷൻ മൈ ഇൻസ്റ്റാ ഫോട്ടോ. എനിക്കങ്ങനെ മെൻഷനൊന്നും വന്നില്ല, വന്നാൽ ഞാൻ നോക്കാം. ചേച്ചി ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ കൂടുതൽ എത്രയിലാ പഠിക്കുന്നതെന്നാ. പ്ലീസ് ഡു മോർ വീഡിയോസ് ഇൻ ഫ്രോക്ക് ഓർ മിഡി. ഞാൻ ഫ്രോക്ക് ഇട്ടും അതൊക്കെ ഇട്ട് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ കംഫർട്ടബിൾ ആവുന്നത് ഇങ്ങനെ കുർത്തിയോ അല്ലെങ്കിൽ ട്രഡീഷണൽ വേറൊക്കെ ഇടുമ്പോഴാണ്. അതുകൊണ്ടാട്ടോ. ഐ ലവ് യു എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഹായ് പിങ്കി, ഹലോ. ഹൗ ഓൾഡ് ആർ യു ആക്ച്വലി? ഞാൻ പറഞ്ഞില്ലേ 16 വയസ്സാ, വലിയ പ്രായമൊന്നും ആയിട്ടില്ല എനിക്ക്. തമിഴിൽ ഓൺ വോയിസ് ട്രൈ ചെയ്യാമോ എന്ന് ഇട്ടിട്ടുണ്ട്. തമിഴ് ഇപ്പം എനിക്ക് അത്ര വശമില്ല, എന്നാലും കേട്ടാലും പറയൊക്കെ ചെയ്യും. പക്ഷെ പണ്ടായിരുന്നപ്പോൾ പപ്പയുടെ നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു, അപ്പം നല്ല ഇതായിരുന്നു. ഇപ്പം അത്രയ്ക്കില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. സ്കൂൾ അടച്ചതിൽ വിഷമമുണ്ടോ? തീരെ ഇല്ല, സന്തോഷം. ഞാൻ അടയ്ക്കുന്നതിന് 3-4 ദിവസം മുമ്പ് ലീവ് എടുക്കാറുണ്ട്. എനിക്ക് സ്കൂളിൽ അങ്ങനെ പോകണമെന്നില്ല. മെയിനായിട്ട് സ്കൂളിൽ പോകുന്നത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാനും പിന്നെ പഠിക്കാനൊക്കെയാണ്. എന്നാലും 8th കുറേ ഫ്രണ്ട്സ് പോയി. അപ്പോഴത്തേക്കും തന്നെ കുറേ ഒരു ഇതായി. പിന്നെ അന്ന ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അന്നയൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. അന്ന, ക്രിസ്റ്റീന, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം അത്രയില്ല, പണ്ടത്തെ അത്രയില്ല, എന്നാലും കുറച്ച്. പിന്നെ മിസ് നല്ല കമ്പനിയാണ്, ഡെയ്സി മിസ്. അതുകൊണ്ട് നല്ല രസമാണ്, എന്നാലും മടിയാവുക. യുവർ ഫേവറേറ്റ് ഹീറോ എന്ന് പറയുമ്പം എനിക്ക് വിജയ് സാറിനെ ഇഷ്ടമാണ്. പിന്നെ ഋത്തിക് കുറേ പാട്ട് കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞു, ഈയിടെയായിട്ട് അത് വെച്ചിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും ഇപ്പോൾ ഇഷ്ടമാണ്. പിന്നെ നീ അല്ലേ ഒറിജിനൽ ഏഞ്ചൽ? ഞാനോ? അങ്ങനെ തോന്നുന്നുണ്ടോ? യുവർ ബ്ലഡ് ഗ്രൂപ്പ്? ഞാൻ A പോസിറ്റീവ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ 4 പേരും A പോസിറ്റീവാണ്. ഫാമിലി ഫുൾ A പോസിറ്റീവാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുടി മാത്രം വെട്ടല് കേട്ടോ. എനിക്ക് മുടി വെട്ടണമെന്നുണ്ട്, പക്ഷെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. പപ്പയും അച്ചാച്ചനും തീരെ സമ്മതിക്കുന്നില്ല. ഞാൻ അറ്റം വെട്ടുമ്പോൾ തന്നെ പറയാം, അത്രയും കയറ്റി വിട്ടണ്ട, താത്ത്. അതുകൊണ്ട് ഇവരാരും സമ്മതിക്കുന്നില്ല. ഞാൻ വെട്ടിയനെ 2 hours ആയല്ലോ പോസ്റ്റ് ചെയ്തിട്ട്. അത് ഞാനിങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു, ആർക്കും അങ്ങനെ റിപ്ലൈ തരാതിരുന്നത്. ചേച്ചി ഒരു നെയിൽ പിക്ക് തരാമോ? ഇപ്പം നല്ല കോലത്തിലാണ് ഇരിക്കുന്നത്, ഈ അളത്തൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പോളിഷ് ഒന്നും ഇട്ടിട്ടില്ല. എന്തേലൊക്കെ ഇട്ടിട്ട് ഞാൻ തരാം കേട്ടോ. ഓയിടാ, സുഖമാണ്. പിന്നെ ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കെട്ടാം. ഞാൻ കുറേ നാളായി ഇങ്ങനെ കെട്ടിയിട്ട്. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ കെട്ടുമായിരുന്നു. ഫേവറേറ്റ് പ്ലേസ് അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്. ഒരു ഹായ് തരുമോ?
ഹലോ. നെയിൽസ് കാണിക്കാമോ? ഐ ലവ് യു, ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഇതാണോ പണിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെയൊക്കെ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ഇടുന്നത്. ഇത് ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ഇങ്ങനെ ഇടാവൂന്ന്. അതുകൊണ്ടാട്ടോ. ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഫാമിലി, അമ്മ, പപ്പ, അച്ചാച്ചൻ, അതൊക്കെ തന്നെയാണ്. അവരൊക്കെ തന്നെയാണ്. ഞാൻ നെയിൽസ് കാണിക്കാമോ? പോളിഷ് ഇട്ടിട്ടില്ല. ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുട്ടി കമ്മിറ്റഡ് ആണോ? എനിക്ക് കുട്ടി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഐ ലവ് യു. താങ്ക് യു സോ മച്ച്. കമ്മിറ്റഡ് അല്ല. കൊല്ലം അല്ലേ പ്ലേസ്? കൊല്ലത്ത് എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് നെയിൽ പോളിഷ് ഇടാവോ? ഞാൻ കൂടുതലും ബ്ലാക്കാണ് ഇടാറ്. ഇപ്പം ഞാൻ റിമൂവ് ചെയ്തതാ. ഞാൻ ഇടാം കേട്ടോ. ക്യാമറ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാമോ? ആകപ്പാട് ഒരു ഐഫോണും ഉണ്ട്, ഞങ്ങളും ഉണ്ട്. അതിലാണ് ഞങ്ങൾ എല്ലാ വീഡിയോസും എടുക്കുന്നത്. അതിൽ പറ്റുന്ന അത്ര മാക്സിമം ക്വാളിറ്റിയിലാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ മോഡേൺ ആയിക്കൂടെ? എനിക്ക് മോഡേൺ ഇടാൻ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ കൂടുതലും എല്ലാവരും പറയുന്നത് എനിക്ക് ട്രഡീഷണലാണ് ചേരുന്നേ. അങ്ങനെ പറഞ്ഞ് ഞാനിപ്പം അങ്ങനെ ട്രഡീഷണലാണ്. സിംഗിൾ ആണോ? യെസ്. യു ആർ ട്രൂലി ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. പിന്നെ ആവശ്യമില്ലാത്ത കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. അതിനൊന്നും എന്താ പറയുക, അങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. കാരണം അങ്ങനെയൊന്നും ഇടരുത്. കാരണം ഞാൻ ബിലോ 18 കൂടെ ആയതുകൊണ്ട് അതൊക്കെ ഒരു ഇച്ചിരി മോശം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ യു ആർ ബെസ്റ്റ് ഇൻ യുവർ ഡാൻസ് ക്ലാസ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ആയിട്ടൊന്നുമില്ല. എല്ലാവരെയും ഇഷ്ടമാണ്. എന്നാലും ദേവൂട്ടി, ആദി, അവരൊക്കെ, നന്ദന, അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സീക്രട്ട് ഡയറി എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. നേരത്തെ പെറ്റുണ്ടായിരുന്നു പിങ്കു. അവളോട് ഞാനില്ല, അവളെ പിടിച്ചിരുത്തി എല്ലാം പറയായിരുന്നു. ഇപ്പം ഇല്ല. പിന്നെ അമ്മയടുത്തെല്ലാം പറയും. അമ്മയടുത്തെല്ലാം പറയും കേട്ടോ. അതാണ് വേറൊരു കാര്യം. കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എല്ലാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നെക്സ്റ്റ് മൂവി ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. കാരണം 10th ആയതുകൊണ്ട് +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഇറങ്ങാമെന്നുള്ളൊരു രീതിയിലാണ്. കറണ്ട് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് കഴിഞ്ഞായിരുന്നു. മേ ബി അത് ഉടനെ റിലീസ് കാണും കേട്ടോ. സത്യമായിട്ട് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഒന്ന് തിരിച്ച് ഫോളോ കൂടി ചെയ്യാവോ? ഞാൻ പറഞ്ഞല്ലോ റീസൺ, അതുകൊണ്ടാട്ടോ. ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. ഹായ് പൃഥ്ന, ഹായ്. പിന്നെ ചേച്ചി കുറേ നാളായി പറയുന്നു എനിക്ക് ചേച്ചിയുടെ ലോങ് വീഡിയോയും വ്ലോഗും ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ രാവിലെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും, ഫുഡ് കഴിക്കും, പിന്നെ റീൽസ് ചെയ്യും, ഡാൻസ് ക്ലാസ്സിൽ പോകും, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ വല്ലപ്പോഴും ഞങ്ങൾ ബീച്ചിലൊക്കെ അങ്ങ് പോകും. അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. യുവർ പ്ലേസ് കൊല്ലത്താട്ടോ. ഐ എം എ ബിഗ് ഫാൻ. തിരുവനന്തപുരം വച്ച് കാണാൻ പറ്റുമോ? ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും വരാറില്ല. പണ്ട് ഷൂട്ടുള്ളപ്പോൾ അങ്ങോട്ടൊക്കെ വരുമായിരുന്നു. ഇപ്പം കൊല്ലത്ത് തന്നെയാണ്. കൊല്ലം, പിന്നെ അമ്മയുടെ നാട് ആലപ്പുഴ, അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നിൽക്കുക. ഡാൻസ് സൂപ്പർ, താങ്ക് യു. നിങ്ങൾക്ക് പിടിച്ച സബ്ജക്റ്റ്? ഇംഗ്ലീഷ് 1, ഇംഗ്ലീഷ് 2, പിന്നെ ജോഗ്രഫിയും ബയോളജിയൊക്കെ കുഴപ്പമില്ലാതെ ഇഷ്ടമാണ്. ബാക്കി മാത്സൊന്നും ഇഷ്ടമല്ല. മാത്സൊന്നും എനിക്ക് ഇഷ്ടമില്ല. മാത്സ് ഇഷ്ടമല്ല. പിന്നെ ഫിസിക്സ് എനിക്ക് 9 കയറിയപ്പോൾ ഇഷ്ടമല്ല ഉണ്ടായി. അങ്ങനെ ബാക്കി അതല്ലാതെ കുഴപ്പമില്ല. പിന്നെ എനിക്ക് എപ്പോഴും വയലിനൊക്കെ വായിച്ചായിരുന്നു. ഞാൻ സ്റ്റോറി ഇടാറുണ്ട്, റീമെൻഷൻ ചെയ്ത് ഇടാറുണ്ട്. അപ്പോൾ ചേട്ടൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ടെൽ അബൌട്ട് മീ. ചേട്ടൻ്റെ വീഡിയോസ് എല്ലാം സൂപ്പറാണ്. ചേട്ടൻ സൂപ്പറായിട്ട് വായിക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ്. എനിക്കും കുറേയൊക്കെ അയച്ചു തരും കേട്ടോ. നല്ല രസമാണ് കേൾക്കാനൊക്കെ. അപ്പോൾ ഇനിയും വലിയ ഇതിലൊക്കെ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ഹൂ ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ ഇൻ ക്ലാസിക്കൽ ഡാൻസ്? ഞാൻ ഏതാണ്ട് 4 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. 3 വയസ്സ് തൊട്ട്. അപ്പോഴത്തേക്കും പണ്ട് എനിക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു ക്ലാസിക്കൽ ഡാൻസ്. മടിയൊക്കെ തന്നെയായിരുന്നു. പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞ് 6ാം ക്ലാസ് വെച്ചായിരുന്നു അരങ്ങേറ്റം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ഡാൻസിനെ സ്നേഹിക്കാൻ തുടങ്ങിയതും അതിനോടുള്ള ഇഷ്ടം കൂടിയതും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ആതിരേച്ചി തന്നെ, എൻ്റെ ചേച്ചി തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ. പിന്നെ വെൻ യു ആർ ഡാൻസിങ് എക്സ്പ്രഷൻ ആൻഡ് ഫീലിങ്സ് ഒക്കെ എങ്ങനെ
ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നേ. പ്രാക്ടീസ് മേക്സ് ബെറ്റർ എന്നല്ലേ പറയുന്നത്. പിന്നെ റിച്ചാർഡ് മാസ്റ്റർ ചോദിച്ചിട്ടുണ്ട്. മാസ്റ്റർ എന്നെ സൂര്യാജോടിയിൽ പഠിപ്പിച്ച കേട്ടോ ഡാൻസ് ഒക്കെ. മാസ്റ്ററിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കുറേ നാളായി കണ്ടിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതേ ഉള്ളൂ. നന്നായിട്ട് പോകുന്നു മാസ്റ്റർ എങ്ങനെ ഇരിക്കുന്നു. പിന്നെ അച്ചാച്ചൻ എന്തായിട്ടുണ്ട്, അച്ചാച്ചൻ എന്നെ ഓന്നാട്ടോ വിളിക്കുന്നത്. അപ്പൊ അച്ചാച്ചൻ ഇങ്ങനെ പോയി ഉറങ്ങോന്തേന്ന്. കാരണം ഞാനിത് രാത്രി സമയം ഇരുന്ന് വായിക്കുന്ന അച്ചാച്ചൻ കണ്ടിട്ടിട്ടേ. ഓന്തെന്ന് വിളിക്കുന്നത് എല്ലാവർക്കും ഒരു ഇരട്ട പേരുണ്ടല്ലോ. എന്നെ പണ്ടോട്ടെ അച്ചാച്ചൻ അങ്ങനെയാണ് വിളിക്കുന്നത്. പിന്നെ ഗ്രീഷ്മാൻഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞൂട്ടൻ്റെയും കുഞ്ഞാറ്റയുടെ ഒക്കെ അമ്മ. ഞങ്ങൾ ഏതാണ്ട് 1.5 വർഷം 2 വർഷം എങ്ങാണ്ട് ഒരുമിച്ചുണ്ടായിരുന്നു തോന്നുന്നു. സത്യം പറഞ്ഞാൽ അവരെയൊക്കെ മിസ് ചെയ്യുന്നു. കുഞ്ഞൂട്ടനെ ആണെങ്കിൽ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. കുറേ നാളായി കണ്ടിട്ട്. ഇപ്പം വളർന്നു. ഇടയ്ക്ക് ബർത്ത്ഡേ ആയിരുന്നു അവൻ്റെ. എൻ്റെ കുഞ്ഞു പിങ്കി സുഖമാണോ? അതേ സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് എന്തായാലും കാണണം. എപ്പോഴാണ് കാണാൻ പറ്റുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും എറണാകുളത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെപ്പോഴെങ്കിലും കൊല്ലത്തോട്ട് വരുമ്പോഴോ വരണം. എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്, കുഞ്ഞൂട്ടനെയും കുഞ്ഞാറ്റനെയും ഒക്കെ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കറണ്ടായിട്ടുള്ളത്. പിന്നെ ഇനി വരുമോ എന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ എന്തായാലും ഇനി ഡാൻസിന് പോകണം, സമയമായി. അപ്പം കൂടുതൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ കൂടുതലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതാ കേട്ടോ. പിന്നെ ഒരു ചേട്ടൻ ഇട്ടിട്ടുണ്ട്. മോളെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്കും വൈഫിനും അനിയത്തിക്കും ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത എന്നാൽ എപ്പോഴും മെസ്സേജും കമൻറ്റും ഒക്കെ അയക്കുന്ന ഒരാളെ ഫ്രണ്ട് ആക്കുമോ? എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അതുമാത്രമല്ല എല്ലാവരും ഇടുന്ന കമൻ്റ് ആണെങ്കിലും എല്ലാം ഞാൻ കണ്ട്. ഇപ്പം ഞാൻ ചിലപ്പോൾ സ്മൈലൊക്കെ ആയിരിക്കും തരുന്നതെങ്കിലും ഞാനത് വായിച്ച് എന്തായാലും അതിനുള്ള റിപ്ലൈ ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും ഫ്രണ്ട്സാണ് കേട്ടോ. പിന്നെ അപ്പം കൂടുതലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ വേറെ പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഇനി എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി എന്തെങ്കിലും റിക്വസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ട് ഇടണം. ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.